ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് നോക്കുന്ന 10th ലെവലിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തതേത്? ഇപ്പോൾ ആൻസർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചെമ്മീനാണ്. ചെമ്മീൻ മത്സ്യമല്ല, കാരണം ചെമ്മീൻ ഒരു ആർത്രോപോഡനാണ്, അല്ലെങ്കിൽ ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലത്തിലെ ക്രസ്റ്റേഷ്യൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന ജീവിയാണ് ചെമ്മീൻ, അല്ലെങ്കിൽ പ്രോൺ എന്ന് പറയുന്ന. സോ പ്രോൺ ഈസ് നോട്ട് എ ഫിഷ്. അടുത്തത്, ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം. ആൻസർ വരുന്നത് ചൈനയാണ്. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിൻ്റെ പേര്. ആൻസർ വരുന്നത് വിസരണമാണ്. സോ ബ്ലൂ കളർ ഓഫ് ദി സ്കൈ ഈസ് ട്യൂ വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിങ്. ഇനി പ്രകീർണനം, വിസരണം, പ്രതിഫലം, അപവർത്തനം, ഇത് 4 ആയിരുന്നു ആ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നീല നിറത്തിന് കാരണം വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളി വെളിച്ചം ഒരു പ്രിസത്തിലൂടെയോ അന്തരീക്ഷത്തിലെ ജലത്തുള്ളികളിലൂടെയോ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഘടകവർണ്ണങ്ങളായ 7 നിറങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ഡിസ്പേർഷൻ, പ്രകീർണനം ഒന്ന് ആലോചിക്കുക. എന്താണ്? വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിലൂടെയോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ജലത്തുള്ളികളിലൂടെയോ കടന്നു പോകുമ്പോൾ അതിൻ്റെ കമ്പോണൻറ്റ് ലൈറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഘടകവർണ്ണങ്ങളായ 7 നിറങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസമാണിത്. ഉദാഹരണം, ആകാശത്ത് മഴവില്ലുണ്ടാകുന്നത് പ്രകാശത്തിൻ്റെ പ്രകീർണനം മൂലമാണ്. ഓക്കെ, അപ്പോൾ ആകാശത്ത് മഴവില്ലുണ്ടാകുന്ന പ്രകാശത്തിൻ്റെ പ്രകീർണനം മൂലമാണ്. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന ഓർത്താൽ മതി. അടുത്ത വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ്. അതായത് സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള വാതക തന്മാത്രകളിലും പൊടിപടലങ്ങളിലും തട്ടി എല്ലാ ദിശകളിലേക്കും ചിതറിപ്പോകുന്ന പ്രതിഭാസമാണ് വിസരണം. അപ്പോൾ സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലെ വാതക തന്മാത്രകളിലും പൊടിപടലങ്ങളിലും തട്ടി എല്ലാ ദിശകളിലേക്കും ചിതറിപ്പോകുന്ന പ്രതിഭാസമാണ് വിസരണം എന്ന് പറയുന്നത്. സ്കാറ്ററിംഗ് എന്ന് നമ്മൾ പറയും. സ്കാറ്ററിംഗും ഡിസ്പേർഷനും രണ്ടും രണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, തരംഗദൈർഘ്യം കുറഞ്ഞ നീല നിറമാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ചിതറിത്തെറിക്കുന്നത്. തരംഗദൈർഘ്യം കുറഞ്ഞ നീല നിറമാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ചിതറിത്തെറിക്കുന്നത്. അതുകൊണ്ടാണ് പകൽ സമയത്ത് ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത്. സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും ആകാശം ചുവപ്പ് നിറമാകുന്നതിനും കാരണം ഇതേ വിസരണം തന്നെയാണ്. അപ്പോൾ സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും ആകാശം ചുവപ്പ് നിറമാകുന്നതിനും കാരണം ഇതേ വിസരണം തന്നെയാണ്. അടുത്തത് പ്രതിഫലനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ. പ്രകാശം ഒരു ഉപരിതലത്തിൽ തട്ടിത്തെറിച്ച് തിരികെ പോകുന്ന പ്രതിഭാസമാണ്. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖം കാണുന്ന പ്രകാശത്തിൻ്റെ പ്രതിഫലനം മൂലമാണ്. അടുത്തത് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്ത സാന്ദ്രതയുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക്, ഉദാഹരണത്തിന് വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക്, അല്ലെങ്കിൽ വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസമാണ് അപവർത്തനം. അപ്പോൾ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമം വിച്ച് ഹാസ് എ ഡിഫറെൻറ്റ് സാന്ദ്രത അതിലേക്ക് പോകുമ്പോൾ പ്രകാശത്തിൻ്റെ പാതയ്ക്ക് വരുന്ന വ്യതിയാനത്തെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, രാത്രി കാലങ്ങളിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നതായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? അപവർത്തനം കാരണമാണ്. പ്രകാശത്തിൻ്റെ അന്തരീക്ഷ അപവർത്തനം മൂലമാണ് ഇങ്ങനെ തോന്നുന്നത്. വെള്ളം നിറച്ച ഗ്ലാസ്സിലിട്ട പെൻസിൽ വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നതും ഇതിനുദാഹരണമാണ്. വെള്ളം നിറച്ച ഗ്ലാസ്സിലിട്ട പെൻസിൽ വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നതും ഇതിനുദാഹരണമാണ്. 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതൊക്കെ? അപ്പോൾ 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 4 പോയിന്റ്സ് ഉണ്ടായിരുന്നു. അതിൽ 3 ശരി വരുന്നത്. അർജന്റീന 3ാമത് കപ്പ് നേടി, മെസ്സി ഗോൾഡൻ ബോൾ നേടി, എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി എന്നിവയാണ് ശരി. ഫ്രാൻസ് ആണ് 2ാം സ്ഥാനം നേടിയത് എന്നുള്ളതാണ് തെറ്റ്. ഓക്കെ, ബ്രസീലാണ് 2ാം സ്ഥാനം നേടിയതെന്നായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ആൻസർ എന്താണ്? ഫ്രാൻസ് ആണ് 2ാം സ്ഥാനം നേടിയിരുന്നത്. ഓക്കെ, അർജന്റീന 3ാമത് കപ്പ് നേടി, മെസ്സി ഗോൾഡൻ ബോൾ നേടി, എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി.
ഇനി അടുത്തത് കേരളത്തിലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി. അപ്പോൾ കേരളത്തിലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസിയാണ് അനോർട്ട് എന്ന് പറയുന്നത്, അനോർട്ട്. ഇനി ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിൻ്റെ തടി കൊണ്ടാണെന്ന് ചോദിച്ചാൽ വില്ലോ മരത്തിൻ്റെ തടി കൊണ്ടാണ് നിർമ്മിക്കുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി കെ കേളപ്പനാണ്. ഗാന്ധി എല്ലാ കാര്യങ്ങളും കേൾക്കുന്നു, അങ്ങനെ എന്തെങ്കിലും കേരളത്തിലായതുകൊണ്ട് കേളപ്പൻ, കേരള ഗാന്ധി കേളപ്പൻ, കെ കേളപ്പൻ. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഗണക്രമത്തിൽ പട്ടികപ്പെടുത്താനാണ്. ആദ്യം ചമ്പാരൻ സത്യാഗ്രഹം 1917, പിന്നെ ഖേഡ സത്യാഗ്രഹം 1918, പിന്നെ നിസ്സഹരണ സമരം 1920, പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരം 1942. അപ്പോൾ ചമ്പാരൻ, ഖേഡ, നിസ്സഹരണം, ക്വിറ്റ് ഇന്ത്യ. അപ്പോൾ ചമ്പാരൻ, ഖേഡ, നിസ്സഹരണം, ക്വിറ്റ് ഇന്ത്യ, ഇങ്ങനെയാണ് ഓർഡർ പോകുന്നത്. അടുത്തത് ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗമാണ് മഞ്ഞപ്പിത്തം. ജലത്തിലൂടെ പകരുന്ന വൈറസ് രോഗം മഞ്ഞപ്പിത്തം. ഹെപ്പറ്റൈറ്റിസ് എ, ഇ തുടങ്ങിയ മഞ്ഞപ്പിത്ത രോഗങ്ങൾ പകരുന്നത് മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ്. കോളറയും ടൈഫോയിഡും ബാക്ടീരിയ മൂലവും എലിപ്പനി ബാക്ടീരിയ പോലുള്ള സ്പൈറോകീറ്റ മൂലവുമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ എലിപ്പനി ബാക്ടീരിയൽ ഡിസീസാണ്. ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയമാണ് ഉണ്ടാക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ആണ് എന്ത് കാരണം ഉണ്ടാകുന്നത്? വൈറസ് കാരണം ഉണ്ടാകുന്നത്. കോളറയും ടൈഫോയിഡും ബാക്ടീരിയ കാരണമാണ്. ഇനി ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗോവയാണ്. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗോവയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖല എന്നാൽ ഭൂമധ്യരേഖയ്ക്കും ഉത്തരായന രേഖയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ്. അത് ട്രോപ്പിക്സിനിടയിലുള്ള പ്രദേശമാണ്. ഭൂമധ്യരേഖയ്ക്കും ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് ഇടയിലുള്ളതാണ് ഗോവ. സോ ഇന്ത്യയിൽ ഉത്തരായന രേഖയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗോവ. ഉത്തരായന രേഖയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗോവ. ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവ ഉത്തരായന രേഖയ്ക്ക് മുകളിലാണ്. ഓക്കെ, അപ്പോൾ ഉത്തരായന രേഖയ്ക്ക് മുകളിലാണ്, പക്ഷേ ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ മുതലായവ. ഇനി ബാരാലാച്ചാല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിലാണ്. ബാരാലാച്ല ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ ലാഹോൾ ജില്ലയിലെ ലക്കിടി ലേയുമായി ബന്ധിപ്പിക്കുന്ന പ്രശസ്തമായ ഒരു ഉയർന്ന പർവ്വത ചുരമാണ് ബാരാലാച്ചാല. അപ്പോൾ ഹിമാചൽ പ്രദേശിലെ ലാഹോൾ ജില്ലയെ ലഡാക്കിലെ ലേയുമായി ബന്ധിപ്പിക്കുന്ന പ്രശസ്തമായ ഒരു ഉയർന്ന പർവ്വത ചുരമാണ് ബാരാലാച്ചാല ചുരം. അടുത്ത ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മേഘാലയയിലെ പ്രശസ്തമായ കുന്നുകളാണ് ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ. ഇവിടുത്തെ പ്രാദേശിക ഗോത്രവർഗക്കാരുടെ പേരിൽ നിന്നാണ് ഈ കുന്നുകൾക്ക് പേര് ലഭിച്ചത്. അപ്പോൾ മേഘാലയയിലെ പ്രശസ്തമായ കുന്നുകളാണ് ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ. ഇവിടുത്തെ പ്രാദേശിക ഗോത്രവർഗക്കാരുടെ പേരിൽ നിന്നാണ് ഈ കുന്നുകൾക്ക് പേര് ലഭിച്ചത്. അടുത്ത ഗോത്രവർഗക്കാരുടെ പേരിൽ നിന്നാണ് ഈ കുന്നുകൾക്ക് പേര് ലഭിച്ചതെന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ മേഘാലയയിലെ പ്രശസ്തമായ കുന്നുകളാണ്. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. 1931 നവംബറിലാണ് ആരംഭിച്ചത്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം 1931 നേതൃത്വം വഹിച്ചത് കെ കേളപ്പനാണ്. 1931 നവംബർ 1 സത്യാഗ്രഹം ആരംഭിച്ചത്. എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂരിനുള്ളിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്ക് വേണ്ടിയാണ് സത്യാഗ്രഹം നടന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയുമായിരുന്നു ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇദ്ദേഹം തന്നെയാണ് ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ്. അടുത്ത മഹാത്മാഗാന്ധിയുടെ 1931 ആരംഭിച്ച മാസികയുടെ പേരെന്തായിരുന്നു? ആൻസർ എന്താണ്? യങ് ഇന്ത്യ ആണ്. ഓക്കെ,
ഗാന്ധിജി യങ് ഇന്ത്യ ആരംഭിച്ചത് 1919 എന്നാൽ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ഗാന്ധിജിയുടെ പ്രസിദ്ധീകരണം ഇതാണ്. 1933 അദ്ദേഹം ഹരിജൻ എന്ന പത്രം ആരംഭിച്ചിരുന്നു. അപ്പോൾ 31 എന്ന് പറയുന്നത് മേ ബി ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിപ്പോയ വല്ല ക്വസ്റ്റ്യൻ ആണോ എന്നറിയില്ല. 1919 എന്തായാലും യങ് ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത്. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 14 ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിലെ സമത്വത്തെക്കുറിച്ചും നിയമങ്ങളുടെ തുല്യമായ സംരക്ഷണത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 14 ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിലെ സമത്വത്തെക്കുറിച്ചും നിയമങ്ങളുടെ തുല്യമായ സംരക്ഷണത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നത്. ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ കിരീടധാരിയായത്? 1804. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം സൈനിക മേധാവിയായി ഉയർന്നു വന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് 1804 മെയ് മാസത്തിൽ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിക്കുകയും കിരീടധാരണം നടത്തുകയും ചെയ്തു. അപ്പോൾ ഏത് വർഷമാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ കിരീടധാരിയായത്? 1804. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം സൈനിക മേധാവിയായി ഉയർന്നു വന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് 1804 മെയ് മാസത്തിൽ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിക്കുകയും കിരീടധാരണം നടത്തുകയും ചെയ്തു. അടുത്ത കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏലമല അല്ലെങ്കിൽ കാർഡമം കുന്നുകൾ ദക്ഷിണേന്ത്യയിലെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി പ്രധാനമായും കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏലകൃഷിയുടെ പ്രാധാന്യം കൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. അപ്പോൾ കേരളത്തിൽ ആണ് കാർഡമം കുന്ന്. ഏലമലകൾ അല്ലെങ്കിൽ കാർഡമം കുന്നുകൾ എന്നത് ദക്ഷിണേന്ത്യയിലെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി പ്രധാനമായും കേരളത്തിലാണ് അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏലക്ക കൃഷിയുടെ പ്രാധാന്യം കൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക്